നമ്മുടെ അടുത്ത സംസ്ഥാനങ്ങളിലൊക്കെ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ മതപരിവർത്തന നിരോധന ബില്ല് എന്നേ പാസ്സാക്കിയിട്ടാണ് നബിതങ്ങളെ അള്ളാഹ് ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ഹബീബേ, ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരണ്ട. വമാ അക്തറുന്നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ. അങ്ങ് എത്ര ആഗ്രഹിച്ചാലും എല്ലാവരെയും വിശ്വാസികളാക്കാൻ കഴിയില്ല. ഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും. അതുകൊണ്ട് അള്ളാന്റെ ഭാഗത്ത് നിന്ന് സത്യം തുറന്നു പറയുക. ഫമൻ ശാഅ ഫൽയുഅ്മിൻ. ഇഷ്ടമുള്ളവൻ അത് സ്വീകരിക്കട്ടെ. ഫമൻ ശാഅ ഫൽയക്ഫുർ. ഇഷ്ടമില്ലാത്തവൻ അവൻ പിന്തിരിഞ്ഞു പോകട്ടെ. ലാ ഇക്റാഹ ഫിദ്ദീൻ. അതുകൊണ്ട് ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ട ഹബീബ്. സത്യം വെളിവായിരിക്കുന്നു, അസത്യത്തെ മറികടന്നിരിക്കുന്നു. ധർമ്മം ഇവിടെ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു, അധർമ്മം എന്നൊന്നും വിലയില്ലാതെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സത്യത്തെ മനസ്സിലാക്കി വരുന്നവർ മതി ഹബീബ്. ആരെയും വേദനിപ്പിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരണ്ട. ഇത് അള്ളാഹു പറഞ്ഞയച്ച തത്വമാണ്. അതുകൊണ്ട് മതപരിവർത്തന നിരോധന ബില്ല് നേരത്തെ പാസ്സാക്കിയത് ഇസ്ലാമാണ്. ഇപ്പൊ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് മതപരിവർത്തന നിരോധന ബില്ല് പാസ്സാക്കാരൊക്കെ ഉണ്ട്. അതിലൊന്നും നമുക്കൊരു പേടിയില്ല. മുസ്ലിം ആകാൻ തീരുമാനിക്കാൻ അള്ളാഹ് ഹിദായത്ത് കൊടുക്കാൻ തീരുമാനിച്ച അള്ളാഹ് അവർക്ക് കൊടുക്കും. ഇസ്ലാം ആരെയും നിർബന്ധിച്ചോ അല്ലെങ്കിൽ പൈസ കാണിച്ചിട്ടോ ഫ്രൂട്ട്സ് കാണിച്ചിട്ടോ വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടോ ആരും ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാറില്ല. പിന്നെ ഏകനായ റബ്ബിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും, അവനക്ക് വേണ്ടി ദുആ ചെയ്യും. അവർക്ക് ഹിദായത്ത് കിട്ടുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ തീരുമാനമുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടും. ഈ ഒരു പ്രവർത്തനമായിരുന്നു നബിതങ്ങൾ. അതുകൊണ്ട് ആരെയും നബിതങ്ങൾ വേദനിപ്പിച്ചിട്ടില്ല, ആരെയും കഷ്ടപ്പെടുത്തിയിട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശൈലി അതായിരുന്നു, നബിതങ്ങളുടെ ജീവിതം അതായിരുന്നു. എല്ലാവരോടും ഇണങ്ങിച്ചേരുക, എല്ലാവരോടും സാഹോദര്യം സ്ഥാപിക്കുക, ഇതായിരുന്നു പ്രവാചകന്റെ ശൈലിയെങ്കിൽ ആ ഒരു സാഹോദര്യം നമ്മുടെ ഇടയിൽ ഉണ്ടാകട്ടെ എന്നാണ് ഈ പരിശുദ്ധമായ രാത്രിയിലും ഈ മാസത്തിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹബീബായ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന വഴികളിലൂടെ, ആ ഒരു മാർഗരേഖയിലൂടെ സമത്വവും സാഹോദര്യവും സന്തോഷവും മാനവ ഐക്യവും ലോകത്ത് നിലനിൽക്കുവാൻ, പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയുവാൻ, കൈകൊടുക്കുവാൻ, സാഹോദര്യത്തോടുകൂടി പുഞ്ചിരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാര്യം നമുക്ക് നിലനിർത്തുവാനും ഈ ഒരു സന്ദേശം വ്യാപിപ്പിക്കുവാനും ഈ ഒരു മെസ്സേജ് കൈമാറുവാനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും എന്റെ പ്രഭാഷണം ശ്രവിച്ച ഓരോരുത്തർക്കും അർഹമുർ-റഹീമായ തമ്പുരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന ദുആയോടുകൂടി എന്റെ പ്രഭാഷണത്തിൽ നിന്ന് വിരാമം കുറിക്കുന്നു. വആഖിറു ദുആഇന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.